മമ്മൂക്ക തന്നയച്ച ഓണസമ്മാനമാണ്. നമസ്കാരം. മമ്മൂട്ടി അവർക്ക് കൊടുത്തയച്ചതായിരുന്നു ആ റേഡിയോ. അതിനൊപ്പം കസവും മുണ്ടും മാവേലിയുടെ ചിത്രമുള്ള ഷർട്ടും. മക്കളെ കസവ് കൊണ്ടുപിടിപ്പിക്കുന്ന സമയത്ത് സന്തോഷത്താൽ കണ്ണീരണിഞ്ഞുകൊണ്ട് ബോബിന് പറഞ്ഞു, മമ്മൂക്ക മക്കൾക്ക് നൽകിയ കേൾവിയാണ് ജീവിതത്തിലെ വലിയ ഓണസമ്മാനം. അപ്പോൾ റേഡിയോയിൽ ആ പഴയ പാട്ട് വന്നു, കാതോട് കാതോരം. തിങ്കളാഴ്ച ചിങ്ങം പിറക്കുമ്പോൾ കേൾവിയുടെ പുതിയ വർഷത്തിലേക്ക് കാതു തുറക്കുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കുഞ്ഞു സഹോദരങ്ങളായ മിഖായേലും മിഹോക്കും. ജന്മന കേൾവിശക്തി ഇല്ലാതിരുന്ന ഇവർക്ക് മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് നടപ്പിലാക്കുന്ന കാതോട് കാതോരം പദ്ധതിയാണ് തുണയായത്. ഇതിലൂടെ രണ്ടുപേർക്കും കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു. കൊച്ചിന് 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പം കൊട്ടി വെളിയിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പം വേറെ തെരുവുനായി ഒന്ന് കടിക്കാൻ വന്നു. അപ്പോൾ നമ്മുടെ വളർത്തു പട്ടിയാണ് അത്, അവർ അതിനെ ഓടിച്ചു വിട്ടത്. അപ്പോൾ കൂടെ നിന്ന് പിള്ളേരൊക്കെ ഓടിപ്പോയി, ഇവൻ മാത്രം നിന്നു. അപ്പം അമ്മച്ചി പറഞ്ഞു, എടാ ഒന്ന് ശ്രദ്ധിക്കണം, കൊച്ചിന് ചിലപ്പം കേൾവിയുടെ ആണോ എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ചെറുതോണി പോകുമായിരുന്നു. ചെറുതോണി പോയിട്ട് ഏവ് ബറയൊക്കെ എടുത്തപ്പം ചെവി കേൾവിക്കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കൂടെ ചെറിയ ആളെയും ഒന്ന് കാണിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അവിടെ പോയി എടുത്തപ്പം 2 പേർക്കും ഇത് തന്നെയാണ് കുഴപ്പം. അപ്പം അവിടെ നിന്ന് പറഞ്ഞൊരു ഇയർഫോൺ മേടിക്കണമെന്ന് പറഞ്ഞു. മൂത്ത ആൾക്കാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത്. അപ്പം അതിൻ്റേതായ ഫണ്ടില്ലാത്ത കാരണം ഞങ്ങളിവിടെ പാട്ടൊക്കെ പഠിപ്പിരിക്കുമായിരുന്നു. കാതോട് കാതോരുന്നൊരു സ്കീം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മാതാ ഫിനാൻസ് നടത്തുന്ന ദാനിയൽ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്ന് പറയുമായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ വിളിച്ചു. പിറ്റേ ദിവസം ആലുവ രാജഗിരിയിലെത്തി കാര്യങ്ങൾ സംസാരിച്ചു. മൂത്ത ആൾക്കാണ് ആദ്യം സ്വിച്ച് ഓൺ ആക്കിയപ്പം അവന് ഒരു ചിരിയുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്, അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഇളയാൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ കരഞ്ഞ് ബഹളം കൂട്ടി. പിന്നെ ഇതുപോലെ ചെറിയ കളിപ്പാട്ടം എല്ലാം കൊടുത്തപ്പോൾ അതിൻ്റെ സൗണ്ട് എഫക്റ്റും ലൈറ്റിൻ്റെയും, പിന്നെ ആശുപത്രിയിൽ നിന്ന് അവന്മാർ വെളിയിറങ്ങി കാറിനകത്ത് കയറ്റിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഡാൻസൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ഓണത്തിനെക്കാട്ടിലും നമുക്ക് ഈ ഓണം വളരെ സ്പെഷ്യലാണ്. ഒന്നാമത്തെ കാര്യം കേൾവി. ഇപ്പം മമ്മൂക്ക കുറേ ഗിഫ്റ്റുകളൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു, ഓണക്കോടി, സ്നാക്സ്, മിഠായി. അതിൽ ഏറ്റവും കൂടുതൽ ഒരു കരുതലിൻ്റെ നിലയ്ക്ക് റേഡിയോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം സാറ് മമ്മൂക്കയുടെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തപ്പോൾ സൗണ്ടൊക്കെ കേൾപ്പിച്ചു, അത് കേൾക്കാൻ തുടങ്ങി. അവരുടെ സന്തോഷം ഞങ്ങൾ കാണുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ ഓണം പോലെ. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശികളായ സോനു ബോബിന ദമ്പതികളുടെ മക്കളാണ് മിഖായേലും മിഹോക്കും. മൂത്തയാളായ മിഖായേലിന് 2 വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾ കേൾവി തകരാർ തിരിച്ചറിയുന്നത്. കൂട്ടുകാരുമായി കളിക്കുന്നതിനിടെ കുരച്ചുകൊണ്ട് പാഞ്ഞെടുത്ത നായയെ കണ്ട് കൂടെയുണ്ടായിരുന്നവർ ഓടിയെങ്കിലും മിഖായേൽ അത് കേട്ടില്ല. ആദ്യം കാണിച്ച ആശുപത്രിയിൽ നാക്കിന്റെ പ്രശ്നമാണെന്നും പ്രായമാകുമ്പോൾ ശരിയാകുമെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. പിന്നീട് കട്ടപ്പനയിലെ ആശുപത്രിയിൽ പരിശോധന നടത്തി ഇയർഫോൺ വെച്ചെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കേൾവിയെ സഹായിക്കുന്ന കോക്ലിയറിലെ കോശങ്ങൾക്കായിരുന്നു തകരാർ. ഇതിനിടെ രണ്ടാമത്തെ കുട്ടിയായ മിഹോക്കിനും സമാനമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ചെറിയ പ്രായത്തിൽ തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് ഫലപ്രദമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും വണ്ടിപ്പെരിയാറിലെ ചെറിയ ലയത്തിൽ കഴിയുന്ന ദിവസവേതനക്കാരായ സോനുവിന് 2 മക്കളുടെയും ചികിത്സയ്ക്കായി ഏകദേശം 25 ലക്ഷത്തോളം രൂപ കണ്ടെത്തുക എന്നത് അസാധ്യമായിരുന്നു. സർക്കാരിന്റെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ പദ്ധതിയിൽ പേര് നൽകി കാത്തിരിക്കുകയായിരുന്നു സോനു. അതിനിടയിലാണ് ബോബിന പത്രത്തിലൂടെ കാതോട് കാതോരം പദ്ധതിയെക്കുറിച്ച് അറിയുന്നത്. ഉടനെ കുടുംബത്തിന്റെ അവസ്ഥയും കുട്ടികളുടെ വിവരവും അടക്കം കെയർ ആൻഡ് ഷെയർ ഭാരവാഹികൾക്ക് അപേക്ഷ നൽകി. രാജഗിരി ആശുപത്രിയിലെ ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ രാജേഷ് രാജു ജോർജിന്റെ നേതൃത്വത്തിലാണ് കുട്ടികളുടെ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ENT സർജൻ ഡോക്ടർ സജിത് അബ്രഹാം, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ജോജി ആന്റണി, ഇംപ്ലാന്റ് കോർഡിനേറ്റർ LGM മാത്യു, സീനിയർ ഓഡിയോളജിസ്റ്റ് അവിൻ ലാസർ, സീനിയർ സ്പീച്ച് തെറാപ്പിസ്റ്റ് സാറാ പോൾ എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത്. ഉൾക്കാതിലെ തകരാറുകൾ മൂലം നിശബ്ദതയിലായവർക്ക് ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി നേരിട്ട് ശ്രവണനാഡിയിലേക്ക് എത്തിക്കുന്ന ആധുനിക കോക്ലിയർ ഇംപ്ലാന്റേഷൻ സാങ്കേതിക വിദ്യയാണ് ഈ കുട്ടികൾക്ക് പുതിയ ജീവിതം സമ്മാനിച്ചിരിക്കുന്നത്. ജന്മന കേൾവിശക്തിയില്ലാത്ത കുട്ടികളിൽ എത്രയും നേരത്തെ ഇംപ്ലാന്റേഷൻ നടത്തുന്നത് അത്രയും ഗുണം ചെയ്യുമെന്ന് ഡോക്ടർ രാജേഷ് രാജു ജോർജ് പറഞ്ഞു. നിലവിൽ ഓഡിറ്ററി വെർബൽ തെറാപ്പി പരിശീലനത്തിലാണ് മിഖായേലും മിഹോക്കും. തുടർന്ന് ചികിത്സ നമുക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നത്. ഇയർഫോൺ മേടിച്ചുകൊണ്ട് വന്ന ശേഷം സ്പീച്ച് തെറാപ്പി കൊടുക്കണം. ആ കൊടുത്തതിൻ്റെ ഭാഗം 6 മാസം കൊടുത്തു കഴിഞ്ഞാച്ചും കൊച്ചിന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരുന്നു. ഈ ഇയർഫോൺ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് മുന്നോട്ട്. പിന്നെ അവർ പറഞ്ഞു
ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ തന്നെ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. രാജീവ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിച്ചായിരുന്നു. അവിടെ ചെന്നപ്പോഴും നമുക്കറിയത്തില്ല എങ്ങനെയാ ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവരായിട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഉള്ളവരും നമ്മളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചതും ഇടപെട്ടതും അവിടുത്തെ ഡോക്ടറാണേലും രാജേഷ് ഡോക്ടറാണേലും എല്ലാവരും നമുക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞങ്ങളില്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്ന് എന്നെ ചെയ്യണം, കൊച്ചുങ്ങൾക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഓപ്പറേഷൻ നടന്നാൽ എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇന്ന പോലെ കാതോട് കാതരെന്ന് പറഞ്ഞ സ്കീം വഴി മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന തരുന്നതാണ് ഞങ്ങൾ ആ രാജീവ് ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് എന്ന് പറഞ്ഞു. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടി. അതിനെക്കാട്ടിലും ഞങ്ങൾക്ക് മമ്മൂക്ക ഗിഫ്റ്റ് തന്നേക്കുന്നത് എൻ്റെ പിള്ളേർക്ക് കിട്ടിയ കേൾവിയാണ്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റായിട്ട് കരുതുന്നത്. അതിപ്പം ഓണമാണേലും ക്രിസ്മസ് ആണേലും ഈസ്റ്റർ ആണേലും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഈ മമ്മൂക്കയുടെ ഗിഫ്റ്റ് ഉണ്ടാവും. അതിന് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. മിഖായൽ, മിഹോക്ക് എന്ന പിള്ളേർ മമ്മൂക്കയുടെ പേരിൽ ഇന്ന് ഈ ഭൂമിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ പിള്ളേർക്ക് മമ്മൂക്കനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, നേരിട്ട് കണ്ട് ഒരു നന്ദി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്നു വെച്ചാൽ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഞങ്ങൾക്കൊന്നുമില്ല പറയാനായിട്ട്, നന്ദി മാത്രമേ ഉള്ളൂ.